എല്ലാവരും എന്ന് പറയാം. പക്ഷേ അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു ആ നാട്ടുകാർക്ക്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം തേടുമ്പോൾ പ്രളയകാലത്തടക്കം ജോലി മാറ്റിവെച്ച് ദിവസങ്ങളോളം ആ നാടിനൊപ്പം നിന്നിരുന്ന ആൾ കൂടിയാണ് അർജുൻ എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രദേശവാസികൾ, അയൽവാസികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന് പലരുടെയും പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വീണ്ടും ബൈജുവിലേക്ക് തന്നെ. ബൈജു, വാഹനം തയ്യാറായി കഴിഞ്ഞു. എനിക്ക് ബൈജുവിന് പിന്നിലായി ആ വാഹനം കാണാം. ആ ആംബുലൻസാണ് മൃതദേഹവുമായി പുറപ്പെടുക എന്ന് ബൈജു നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ വർക്കുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി എന്ന് നമുക്ക് പറയാമല്ലോ, അല്ലേ? അതായത് ഇനി അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവും എത്തി മറ്റ് ഈ പോലീസ് സംവിധാനമുണ്ടെങ്കിൽ അതുകൂടി ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാഹനം പുറപ്പെടും, അങ്ങനെയല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ആ വാഹനത്തിലേക്ക് അതിന്റെ സംവിധാനങ്ങളൊക്കെ നമുക്ക് വാഹനത്തിന്റെ ഉൾഭാഗത്തെ ക്രമീകരണങ്ങൾ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളെ കാണുന്നത്. ബൈജു സൂചിപ്പിച്ചതുപോലെ വാഹനം തയ്യാറായി നിൽക്കുന്നു. ആ വാഹനത്തിന്റെ ഉൾഭാഗത്തുള്ള ക്രമീകരണങ്ങൾ, കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആംബുലൻസ് ആണ് ഇത്. മൃതദേഹ ഭാഗം വളരെ കൃത്യമായി വാഹനത്തിനകത്ത് വയ്ക്കാം. അതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാനും പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ആ വാഹനത്തിൽ അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവും ഉണ്ടാകും. ഒപ്പം ആംബുലൻസ് ഡ്രൈവർമാർ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളുള്ള ആംബുലൻസ് കൂടിയാണ്. ബൈജു, തുടരാൻ നമുക്ക് ദൃശ്യങ്ങളിൽ ആംബുലൻസിൻ്റെ ഉൾഭാഗമടക്കമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അഭിലാഷേ, അഭിജിത്തും ജിതിനും ആണ് ഈ വാഹനത്തെ ഉണ്ടാവുക. അത് മുൻ സീറ്റിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വാഹനമെല്ലാം തയ്യാറായി. നേരത്തെ അഭിലാഷ് ചോദിച്ചത് ഈ സാങ്കേതികമായി എല്ലാ ഇതും ഇവിടുന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇനി ജിതിനും അഭിജിത്തും ഇവിടെ എത്താനുണ്ട്. എത്തിയാൽ 6 മണിക്ക്, അതായത് ഇപ്പോൾ 5:21, 6 മണിക്ക് കൃത്യം ഈ ആംബുലൻസ് പുറപ്പെടും. എന്തായാലും MLA, കാർവാർ MLAയും കൂടി ഇപ്പോൾ ഇവിടെ എത്താനുണ്ട്. അദ്ദേഹം കൂടെ എത്തിയതിന് ശേഷം ആ തുക കൈമാറുന്ന ഒരു ചെറിയ ചടങ്ങുണ്ട്. അതിനുശേഷം അർജുനെ ഈ ആംബുലൻസിലേക്ക്, അതായത് ശിരൂരിലെ അവസാനത്തെ ആ നിമിഷത്തിലേക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിട നൽകാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് ശിരൂർ. എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. AKM അഷ്റഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി മറ്റ് ആളുകളും ഇപ്പോൾ എത്തും. എന്തായാലും കാർവാർ MLA എത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനുശേഷം ഈ ആംബുലൻസിലേക്ക് അർജുന്റെ മൃതദേഹം മാറ്റും. അതോടുകൂടി ഈ ശിരൂരിൽ നിന്നും യാത്ര പുറപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ ആ തീരത്തു കൂടിയുള്ള അവസാന യാത്ര, അർജുൻ അവസാനമായി ചിലവഴിച്ച ആ ഒരു മണ്ണ്, ആ വലിയ ദുരന്തമുണ്ടായ ആ ഭൂമിയിലൂടെയുള്ള യാത്ര അല്പസമയത്തിനകം തന്നെ അതും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മളും ഉണ്ടാകും അർജുനൊപ്പം. കാരണം ഈ 2 മാസത്തിലധികമായി ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും നമ്മൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവസാന നാളുകളിലും അർജുനൊപ്പം അർജുന്റെ വീട് വരെ നമ്മൾ ഉണ്ട്. എന്തായാലും 8 മണിക്ക് അവിടെ എത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ പൂർത്തിയായി 2-3 മണിക്കൂർ കൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് ആലോചന. ഏതായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും എത്തുന്നത്. ഏതായാലും കൃത്യം 6 മണിക്ക് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. അഭിലാഷ്, കാർവാർ MLA സതീഷ് സെയിൽ കൂടി ആ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് KV ബൈജു പറഞ്ഞത്. തീർച്ചയായും മലയാളികൾക്ക് ആ പേരിപ്പോൾ പരിചിതമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിച്ചത് മുതൽ, അതായത് അർജുനെ കാണാനില്ല എന്ന കാര്യം ആ കുടുംബം പറഞ്ഞതിന് പിന്നാലെ തന്നെ കാർവാർ MLA സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. മാധ്യമപ്രവർത്തകരടക്കം നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം അതിന് കൃത്യമായ മറുപടിയും നൽകാറുണ്ട്. സംഭവം ഏത് തരത്തിലായിരുന്നു തെരച്ചിൽ നടക്കുന്നത്, എന്താണ് പ്രതിസന്ധി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെ കർണാടക സർക്കാരും കാര്യമായ ഇടപെടൽ തന്നെയാണ് നടത്തിയത്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരൻ ആണ് അർജുൻ. അങ്ങനെ ഒരാൾ കാണാതായതിനു ശേഷം വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു ആ സർക്കാരിൻ്റെ നേതൃത്വത്തിലും നടന്നത്. എന്തായാലും അവിടെ നിന്ന്, കർണാടകത്തിൽ നിന്ന് അർജുൻ വിട പറയുകയാണ്. അല്പസമയത്തിനകം 6 മണിയോടുകൂടി അർജുനന്റെ ഭൗതിക ശരീരം വഹിക്കുന്ന ആംബുലൻസ്
പുറപ്പെടുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജുവും ഒപ്പം ഭവ്യ പാർവതിയും നൽകിയത്. എപ്പോഴാണോ അർജുന്റെ മൃതദേഹം പുറപ്പെടുന്നത് ആ സമയം നമുക്ക് ആ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.